നേരെ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത് അറിഞ്ഞതെന്ന് ചോദിച്ചു. ലാസ്റ്റ് പറഞ്ഞു, ജോത്സ്യർ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഓപ്പറേഷൻ ഡേറ്റ് തീരുമാനിച്ചു. ഈ ഓപ്പറേഷനോട് ഇടത്തിലത്തിന് മരണവും പറയുന്നുണ്ട്. അയ്യോ, മരണവും പറയുന്നുണ്ട്. ഈ സാധനം മരണത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ പുള്ളി കയറി കഴിഞ്ഞ് എനിക്ക് വിളിക്കണം കേട്ടോ. കഴിഞ്ഞ് വിളിച്ചു, കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്ക് ഒരു സമാധാനമായി. പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം ബാത്റൂമിൽ പോയി വീണു. ചന്ദ്രഹരി എന്താണ് ചന്ദ്രഹരി? ഒരുപാട് കണക്കുകൂട്ടലുകൾ എല്ലാവരും പറയുന്നുണ്ട്. സാറോട് സംസാരിച്ചപ്പോൾ മനസ്സിലായതാണ് വളരെ വ്യത്യസ്തമായ വഴികൾ കൂടെയാണ് സാർ യാത്ര ചെയ്യുന്നത്. ഒന്ന് പറയാമോ? ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രഹരി നമ്മുടെ സർക്കാർ അംഗീകരിക്കാത്ത ഒരു പദ്ധതിയാണ്. അതെ, അപ്പോൾ തന്നെ അതിന് പ്രശ്നങ്ങളുണ്ടെന്ന് അർത്ഥം. പ്രശ്നങ്ങളെന്നല്ല, അംഗീകരിക്കാത്ത വിഷയമാണ്. അപ്പോൾ നമ്മൾക്കത് ഔദ്യോഗികമായിട്ട് എഴുതി കൊടുക്കാൻ പറ്റില്ല. അതെ. പക്ഷേ ഫലങ്ങൾ നമ്മൾ അത് നോക്കിയിട്ട് എഴുതുള്ളൂ. അപ്പോൾ ഈ ചന്ദ്രഹരി പ്രമാണം പ്രകാരം ഒരു ജാതകത്തിൽ കുട്ടിയുടെ അവസ്ഥ, ലഗ്നം മുതൽ 12 ഭാവങ്ങൾ, ഓരോ ഭാവം എടുക്കും നമ്മൾ. അപ്പോൾ ഓരോ ഭാവം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ വർഗ്ഗചക്രങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്ന വർഗ്ഗങ്ങളുണ്ട്. അതിൽ ഒന്ന് 5ആണ്. 5 ഇയാൾ പൂർവ്വജന്മ പുണ്യം. വർഗ്ഗചക്രത്തിൽ അഞ്ചാമത്തെ അതായത് 5ാമത്തെ അംശമാണ് കേട്ടോ. അതെടുത്തു. പിന്നെ എടുക്കുക 6ാമത്തെ അംശം. അപ്പോൾ ഇതൊക്കെ ഇത് ഈ സോഫ്റ്റ്വെയറിലുള്ള ഗുണം, ഇതൊന്നും കണക്ക് കൂട്ടാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഇന്നത്തെ കാലത്ത് കണക്ക് കൂട്ടാൻ സാധിക്കില്ല. പക്ഷെ സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത്. അത് അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ അദ്ദേഹം രചിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാ സോഫ്റ്റ്വെയറിലും ഇല്ല കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ഈ ശ്രീനാഥ്ജിയുടെ സോഫ്റ്റ്വെയറിൽ ആ സാധനം ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ 6ാമത്തെ അംശത്തിലേക്ക് പോകും. അതൊരു ടിക്ക് ചെയ്താൽ 6ാമത്തെ അംശം കിട്ടി. 6ാമത്തെ അംശം ഈ കുട്ടിയുടെ അസുഖങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് കാനഡയിലുള്ളൊരു കുട്ടിയുടെ ഒരു ജാതകം ഞാൻ നോക്കി, അമ്മയുടെയും മകൻ്റെ. അമ്മയുടെ ജാതകം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഈ അമ്മയ്ക്ക് ഗർഭപാത്രത്തിന് കംപ്ലൈൻ്റ് ഉണ്ട്, മകന് തൊണ്ടയിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഈ 2 പേർക്കും 2 സ്ഥലത്ത് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക. കാനഡയിലാണ് അവർ. ഇനി അത് പോട്ടെ, അടുത്തൊരു വലിയ സംഭവം. എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് വരുന്നൊരു അമ്മയ്യ, 74 വയസ്സ്. ഇദ്ദേഹം വന്നപ്പോൾ ഒരു ദിവസം പുള്ളി അല്ലാതെ വേണം വന്നിട്ട് പ്രശ്നം വെച്ച് പോകും, നല്ല ദക്ഷിണം തരും. അങ്ങനെ ഗുണമുണ്ട് കേട്ടോ. മാത്രമല്ല ഇത്തിരി പുള്ളി ഭയങ്കര കൃഷ്ണഭക്തയാണ്. ആ പുള്ളി പറയും, ഞങ്ങൾക്ക് ഈ കൃഷ്ണനെ മാത്രമേ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറയും, ഏത് വിളിച്ചാലും ബലം ഒന്ന് തന്നെയെന്ന് പറയാറുണ്ട്. ഒരു തവണ പുള്ളി ജാതകമായിട്ട് വന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ജാതകമായിട്ട് ഒന്ന് നോക്ക് ഗുണ്ടാകാൻ. ഈ ജാതകം അപ്പോൾ ഏത് ജാതകം കിട്ടിയാലും ഞാൻ 6ാം ഭാവം നോക്കും, 8ഉം നോക്കും. 6 എന്ന് വെച്ചാൽ അസുഖമാണ്, 8 ഇവരെ ആയുസിൻ്റെ കാര്യം നോക്കണേ. 6ാം ഭാവത്തിൽ നോക്കിയപ്പോൾ ഒരു പ്രശ്നമാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു, ഈ വയറ്റിൽ ഈ ഭാഗത്ത് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. വല്ല വേദനയൊക്കെ ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും കാര്യം ചെയ്യൂ, ഒന്ന് എക്സ്റേ എടുത്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എക്സ്റേ, പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, ഒരു സ്കാൻ ചെയ്തോളാം, അധികം വലിയ കാശ് വരില്ല, ഒരു സ്കാൻ ചെയ്തോളാം പറഞ്ഞു. പുള്ളി നേരെ വേണം ഗുരുനാഥ വേണം എന്ന് പറഞ്ഞു. പുള്ളി പോയി. പുള്ളി എനിക്ക് ഭയങ്കര വിശ്വാസം, അതാണ് സംഭവം. പുള്ളി പോയി അവിടെ ചാവക്കാട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇത്തിരി ഈശ്വരവിശ്വാസിയാണ്. ഡോക്ടറോട് പറഞ്ഞു, ജോത്സ്യർ പറഞ്ഞിട്ടാ ഞാൻ വരുന്നത്, എന്നൊരു സ്കാൻ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. എന്തായാലും ശരി, അമ്മായി വന്നതല്ലേ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. 2 സ്കാൻ ചെയ്തിട്ടൊന്നും കണ്ടില്ല. 3ാമത്തെ ആംഗിൾ മാറിക്കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് കിട്ടി. പുള്ളി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഗുരുനാഥ പറഞ്ഞത് കറക്റ്റാണെന്ന് പറഞ്ഞു. ഞാൻ പറയും, എന്തേ? ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു, ഇത് കുത്തിയെടുത്തിട്ട് പരിശോധിക്കണം എന്ന് പറഞ്ഞു, ടെസ്റ്റിന് അയക്കണം എന്ന് പറഞ്ഞു. 25,000 രൂപ അവർ ആവശ്യപ്പെട്ടത് ഈ ഹോസ്പിറ്റലിൽ. പ്രൈവറ്റ് ആണല്ലോ, സ്വാഭാവികം. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അവിടുന്ന് പോരാൻ പറഞ്ഞു. നേരെ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ അവിടെ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത് അറിഞ്ഞതെന്ന് ചോദിച്ചു. അവർക്ക് അറിയണമല്ലോ, ബ്ലീഡിങ് ഇല്ല, വേദനയില്ല, പിന്നെ നിങ്ങളെങ്ങനെ അറിഞ്ഞു? ലാസ്റ്റ് പറഞ്ഞു, ജോത്സ്യർ പറഞ്ഞിട്ടാണ് പറഞ്ഞു. അപ്പോൾ അയാളും, അവർക്കൊന്നും ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ ദഹിക്കാത്ത വിഷയം നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞതിൻ്റെ പേര്, നമ്മൾ ജ്യോത്സ്യരുടെ പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുള്ളി മാർഗ്ഗമില്ലാതെ പറഞ്ഞതാ. അപ്പോൾ പുള്ളി പറഞ്ഞു, നോക്കൂ, ഇതിനേക്കാളും പ്രശ്നം പിടിച്ച കേസുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇത് കളയണോ എന്ന് ചോദിച്ചു. എനിക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ എത്രയും പെട്ടെന്ന് കളയണം എന്ന് പറഞ്ഞു. കളയണം, വെക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ഡേറ്റ് തീരുമാനിച്ചു. അപ്പോൾ ഇയാൾക്കൊരു കുഴപ്പമുണ്ട് ഇതിനോട് കൂടിയിട്ട്. ഈ ഓപ്പറേഷനോട് ഇടത്തിലത്തിന് മരണവും പറയുന്നുണ്ട്.
അയ്യോ. മരണവും പറയുന്നുണ്ട്. ഈ സാധനം മരണത്തിലേക്കാണ് പോകുന്നത്. ഓ ഓ ഓ. എനിക്ക് പേടിയുണ്ട്. ആ. അപ്പം ഞാൻ അതിൻ്റെ മോളോട് പറഞ്ഞു, മോളെ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറാൻ നേരത്തെ എനിക്ക് വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. വിളിച്ചു. എന്നിട്ട് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് കയറിക്കോളൂ, ഞാനിവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ വിശ്വാസമാണ്. അങ്ങനെ പുള്ളി കയറി കഴിഞ്ഞ് എനിക്ക് വിളിക്കണം കേട്ടോ. കഴിഞ്ഞു വിളിച്ചു. കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്ക് ഒരു സമാധാനമായി. വന്ന് കിടത്തി. പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം ബാത്റൂമിൽ പോയി വീണു, ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയാണ്. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടിയ സാധനം എന്താ കേൾക്കണ്ടേ? ഒരു നാളികേരത്തിൻ്റെ വലുപ്പമുള്ള ഒരു സാധനം, അതിനെ കവർ ചെയ്ത് മറ്റൊരു സാധനം, അതിനൊക്കെ രക്തത്തിൻ്റെ കളറിൽ വേറൊരു ആവരണം, 3 സാധനമാണ് കിട്ടിയത്. അപ്പോൾ പോവുകയായിരുന്നു ക്യാൻസറിലേക്ക്. സ്റ്റാർട്ടിങ് ആയിട്ടില്ല. ആ സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം, എൻ്റെ കഴിവല്ല അത്. അദ്ദേഹത്തിന് ആയുസുണ്ട്. വീണു. സാറ് നോക്കിയത് ജാതകത്തിന്റെ 6ാം ഭാവമാണോ വർഗചക്രം? വർഗചക്രം 6ാം ഭാവമല്ല, വർഗചക്രത്തിൽ 6. അതിൽ ഡിഫറൻസ് ഉണ്ട്. 6ാം ഭാവം എന്ന് പറയും. നോക്കൂ, ജാതകത്തിൽ 6ാം ഭാവത്തിൽ ഏതെങ്കിലും ഗ്രഹം നിന്ന് അതിന്റെ എക്സാക്ട് പൊസിഷൻ നമുക്ക് കണ്ടെത്തണ്ടേ? വർഗചക്രത്തിൽ വർഗചക്രത്തിൽ 6ലാണ് കിട്ടിയത്. അതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ ഞാൻ ഇത് പറഞ്ഞ് അതിന് പിറ്റേ ദിവസം ഇയാൾ വീണുല്ലോ. വീണ് കഴിഞ്ഞപ്പോൾ ആ കുട്ടി എനിക്ക് വിളിച്ചു പറഞ്ഞു, ഗുരുനാഥ അമ്മ വീണു എന്ന് പറഞ്ഞു. അപ്പം അപകടം മണത്തു, പ്രശ്നമാണ്. വീണ്ടും കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ബോധമൊന്നുമില്ല, കുറേ നേരത്തിന് അനക്കൊന്നുണ്ട്. ഇവർ പറ്റി മരിച്ചു എന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് പുള്ളി എഴുന്നേൽക്കുക. ഞാൻ പറഞ്ഞു നാളെ രാവിലെ എത്ര മണിക്ക് അവിടെ തുറക്കാം? അപ്പോൾ എന്നോട് പറഞ്ഞു 8 മണി വരെ മറ്റെന്തോ പ്രസവ വാർഡാണ്, ഓപ്പൺ ആണെന്ന് പറഞ്ഞു, പബ്ലിക്കിന് കയറാമെന്ന് പറഞ്ഞു. 4 മണിക്ക് എണീറ്റു, ജപിച്ച് ചരടെടുത്തു. നമ്മൾ മൃത്യുഞ്ജയാണ് ജപിക്കുന്നത്. 1008 സംഖ്യ മൃത്യുഞ്ജയം ജപിച്ചു. മൃത്യുഞ്ജയം നടത്തുന്നതിന് തുല്യം തന്നെയാണ്. അത് ജപിച്ച് ഓടി ഞാൻ ഇതുമായിട്ട് കൃത്യം 8 മണിക്ക് മുൻപായിട്ട് ഞാൻ ഹോസ്പിറ്റലിലെത്തി. കെട്ടിക്കൊടുത്ത് ഞാൻ വാടി പോയിട്ട് കെട്ടിക്കൊടുക്കുക. ഡോക്ടർ അവിടെ ഒക്കെ നോക്കുന്നുണ്ട്. ആ നേരത്ത് ഓടി ചെന്ന് സാധനം കെട്ടിക്കൊടുക്കും. ഞാൻ ധൈര്യമായിട്ട് ഇരുന്നോളൂ, ഇനി ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ആൾ സുഖമായിട്ട് പുലി പോലെ നടക്കുക ഇപ്പോൾ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നാട്ടുകാരറിഞ്ഞു, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ധരിച്ചു വെച്ചു മൂപ്പരിപ്പം അടുത്ത് മരിക്കും, ക്യാൻസറാണ്. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം, എൻ്റെ ഗുരുത്വം, അങ്ങനെ പറയാം. അത് കറക്റ്റ്. അപ്പോൾ അത്രയും വ്യക്തമായിട്ട് നമ്മൾക്ക് ഈ അംശകങ്ങളിലൂടെ, അത് ഈ ചന്ദ്രഹരിയിലാണ് ഞാൻ കണ്ടത്. അതാണ് അതിലെ പ്രത്യേകത. അതുകൊണ്ട് അംശകചക്രങ്ങൾ എടുക്കുമ്പോൾ ചന്ദ്രഹരി തന്നെ നോക്കുള്ളൂ. അതുപോലെ തന്നെ ആയുസിനും ഇതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആയുസിൻ്റെ നോക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? 8. ആയുസ് ചിന്തിക്കുമ്പോൾ ഈ 8ാമത്തെ അംശകം എടുത്തിട്ട് ഏതൊക്കെ ഗ്രഹങ്ങൾ ഇദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് ഉണ്ടോ എന്ന് നോക്കും. അതിൽ തന്നെ ചില ഗ്രഹങ്ങൾ മരണകാരണ സ്ഥാനത്ത് നിൽക്കും. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു മരണകാരണ സ്ഥാനത്ത്. മരണകാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്നത്തിൽ ശനി നിൽക്കുക, 7 ബുധൻ ചൊവ്വ, അതുപോലെ തന്നെ 8 ചന്ദ്രൻ നിൽക്കുക. ഇതൊക്കെ മരണകാരണ സ്ഥാനം എന്നാണ് പറയുക. അപ്പോൾ ഏതെങ്കിലും ഗ്രഹം മരണകാരണ സ്ഥാനത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ സമയം നോക്കും നമ്മൾ. അതിൻ്റെ അപഹാരകാലമൊക്കെ നോക്കും, ദശാകാലം അപഹാരം. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. നമ്മൾ അപ്പം ചോദിക്കും, ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ എന്ന് ചോദിക്കും. ശരിയാ പണിക്കരെ, അത് മരണം തന്നെയായിരുന്നു. പിന്നെ നമ്മൾക്ക് മരണയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ എല്ലാ ഗ്രഹങ്ങളും എഗെയിൻസ്റ്റ് ആയിരിക്കും. നമ്മൾ ദ്രേക്കാണത്തിൽ നോക്കുന്നതിനേക്കാളും അതെ, 8ാം ഭാവമല്ല, 8ാം ഈ വർഗയോഗത്തിലെ 8ാമത്തെ അംശകം നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്കൊരു പയ്യൻ്റെ ജാതകം വന്നു വെച്ചാൽ ആ ചെറുക്കൻ്റെ ആ കുട്ടിയുടെ ജാതകം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാളുടെ സഹോദരനൊരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. സഹോദരൻ തൂങ്ങി മരിച്ചു, 15 വയസ്സുള്ള കുട്ടി. ചിന്തിക്കാൻ പറ്റുമോ? എന്താ കാരണം എന്ന് ചോദിച്ചു. അറിയില്ല. അയാളുടെ ജാതകം ഉണ്ടോ? ഉണ്ട്, തന്നു. അപ്പോൾ ഞങ്ങളോട് ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം പ്രശ്നം പിടിച്ച ജാതകങ്ങളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക, അതിൻ്റെ കാരണം നിങ്ങൾ കണ്ടെത്തുക. വൈ അത് കുറേ ജാതകങ്ങൾ കണ്ടെത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താ കാരണം. അപ്പോൾ ആ ജാതകം നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാ ഗ്രഹങ്ങളും അഗെയിൻസ്റ്റ്, വ്യാഴടക്കം എഗെയിൻസ്റ്റാണ്. ഈ 8ാമത്തെ ചക്രത്തിൽ വ്യാഴടക്കം പ്രശ്നത്തിലാണ്. അപ്പോൾ രക്ഷയില്ലേ, പയ്യന് മരിക്കണം. ഇനി അടുത്ത പയ്യൻ, ആ കുട്ടിയുടെ ജാതകത്തിൽ ഇതേ ഗ്രഹനിലയാണ്, ഒരു വ്യത്യാസവുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, വ്യാഴം അനുകൂലത്തിലാണ്. ഞാൻ പറഞ്ഞു,
ഈ ചെറുക്കന് കുറച്ച് ഭാഗ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് എത്തി. അതെത്തും അവർ, ഉറപ്പാണ്. ഇപ്പോൾ ആ ചെറുക്കന് വേണ്ട പരിഹാരങ്ങൾ വേറെ ഒന്നുമില്ല, നാമജവും പിന്നെ രാമേശ്വരത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. നമ്മൾ പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുക്കനോട് ഞാൻ പറഞ്ഞു, മോനെ നീ സൈക്കിൾ ഓടിക്കുമ്പോൾ കയറ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. കയറാണ് പ്രശ്നം ഈ പയ്യന്. കയർ തന്നെയാണല്ലോ, പാമ്പിനെ നോക്കണം, പാമ്പും കയർ തന്നെയാണ്, ഈ രണ്ടും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പയ്യനോട് പറയുകയാണ്, ഞാൻ സൈക്കിൾ ഓടിക്കുമ്പോൾ പശു കുത്താൻ ഓടി തോന്നും. പശുവിൻ്റെ കഴുത്തിലും കയറുണ്ടല്ലോ, അങ്ങനെ സംഭവിക്കാം. പക്ഷേ ആ പയ്യന് അത് വരില്ല, കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് ആയുസ്സുണ്ട്. ഇത് കടന്നു കഴിഞ്ഞാൽ ഇതാണ് രക്ഷപ്പെട്ടു. അപ്പോൾ ഏകദേശം കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള എല്ലാ ക്രിയ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എനിക്ക് എന്തിനാ ഈ 2 മക്കളെ തന്നിട്ട് ഈ യോഗം തന്നേന്ന് ചോദിച്ചു. അതൊരു ചോദ്യമാണല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല, നിങ്ങൾ സന്യാസിയാവേണ്ട ആളാണ്, നിങ്ങൾ അതിലേക്ക് പോകണം. അതാണ് നിങ്ങളുടെ യോഗം കെടുക്കുന്നത്. അപ്പോൾ മക്കളായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന് തടസ്സങ്ങൾ നേരിടും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ യോഗം തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സന്യാസിയാവാം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇത് പോകാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഈ അംശക ചക്രങ്ങൾ. എന്തായാലും സാറേ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ സമയപരിധി മൂലം ഇതിലേക്ക് പോകുന്നില്ല. ഇതിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കും. ചന്ദ്രഹരി വളരെ വ്യത്യസ്തമായൊരു കാൽക്കുലേഷനും എല്ലാവരും ഫോളോ ചെയ്യാത്തൊരു കാൽക്കുലേഷനുമാണ്. സാറത് ഫോളോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് സാറ് കിട്ടുന്നുണ്ട്, ജനങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം കിട്ടുന്നുണ്ട്. എന്തായാലും സാറിൻ്റെ കൂടെ വന്ന് ഒരുപാട് ക്ലയൻസിന് ഇതിൻ്റെ ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട്. സോ ഒരുപാട് പേര് സാറിലേക്ക് വരട്ടെ, ചന്ദ്രഹരി എല്ലാവരും ഫോളോ ചെയ്യട്ടെ. സന്തോഷം, നന്ദി, നമസ്കാരം.